നമസ്കാരം, ഞാൻ ഷോണിമ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. അവാജ് ദ്വീപിലെ അവാർഡ് നേടിയ മൾട്ടി യൂസ് വികസന പദ്ധതിയായ അംവാജ് ബീച്ച് ഫ്രണ്ട് ആഗോള ഹോട്ടൽ മാനേജ്മെന്റ് സ്പെഷ്യലിസ്റ്റായ മിലിയ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സുമായി പങ്കാളിത്ത കരാറിൽ ഒപ്പുവച്ചു. ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി ചെയർപേഴ്സണും ടൂറിസം മന്ത്രിയുമായ ഫാത്തിമ ബിൻ ജാഫർ അൽ സൈറാഫി, റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി ചെയർമാൻ എസാം ബിൻ അബ്ദുള്ള ഖലഫ്, അംവാജ് ബീച്ച് ഫ്രണ്ട് ബോർഡ് ചെയർമാൻ മജീദ് അൽ ഖാൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഒപ്പുവെക്കൽ ചടങ്ങ് നടന്നത്. അംവാജ് ബീച്ച് ഫ്രണ്ടിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഹമ്മദ് അൽ ഖാൻ, മെലിയ ഹോട്ടൽസ് ഇന്റർനാഷണലിന്റെ മിഡിൽ ഈസ്റ്റിന്റെ സീനിയർ ഡെവലപ്മെന്റ് ഡയറക്ടർ ജ്യോതി സാഞ്ചീസ് എന്നിവർ കരാറിൽ ഒപ്പുവച്ചു. ടൂറിസം മേഖലയിലെ പ്രമുഖ ആഗോള ബ്രാൻഡുകളെ ആകർഷിക്കാനുള്ള ബഹ്റിന്റെ കഴിവിന്റെ ഒരു മുൻനിര ഉദാഹരണമാണ് മെലിയ ബീച്ച് ഫ്രണ്ട് പദ്ധതിയെന്ന് ടൂറിസം മന്ത്രി ഫാത്തിമ ബിൻ ജാഫർ അൽ സൈറാഫി അറിയിച്ചു. ലബനനുമായുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ ഒരുങ്ങി ബഹ്റൈൻ. ബൈറൂട്ടിലെ എംബസി ഉടൻ തുറക്കുമെന്ന് റിപ്പോർട്ടുകൾ. നീണ്ട 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലബനനുമായുള്ള നയതന്ത്ര ബന്ധം പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് ലബനനിലെ ബഹ്റൈൻ എംബസി വീണ്ടും തുറക്കുക. നിലവിൽ സിറിയയിലെ ബഹ്റൈൻ അംബാസിഡറായ വഹീദ് മുബാറക് സയ്യറാണ് ലബനൻ അംബാസിഡറായി ചുമതലയേൽക്കുക എന്നതാണ് വിവരം. കഴിഞ്ഞ ദിവസം ലബനീസ് പ്രധാനമന്ത്രി നവാഫ് സലാലുമായി അംബാസിഡർ കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. ലബനനും മറ്റ് ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള കടുത്ത നയതന്ത്ര ഭിന്നതയെ തുടർന്ന് 2021 ഒക്ടോബറിലാണ് ലബനനിലെ ബഹ്റൈൻ എംബസി അടച്ചത്. ബഹ്റൈനു പുറമെ സൗദി അറേബ്യ, UAE, കുവൈറ്റ് എന്നീ രാജ്യങ്ങളും ലബനനിൽ നിന്ന് തങ്ങളുടെ അംബാസിഡർമാരെ തിരിച്ചു വിളിക്കുകയും ലബനീസ് അംബാസിഡർമാരെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. കുട്ടിസാര എന്റർടൈൻമെന്റിന്റെ ബാനറിൽ അണിയിച്ചൊരുക്കിയ സസ്പെൻസ് ത്രില്ലർ സിനിമ ദി റെഡ് ബലൂൺ ബഹ്റൈൻ കേരളീയ സമാജത്തിൽ ഇന്ന് വൈകുന്നേരം 7:30 പ്രദർശിപ്പിക്കും. സിനിമ കാണുന്നതിനായി പ്രവേശനം തികച്ചും സൗജന്യമായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കേരളീയ സമാജം ഡയമണ്ട് ജൂബിലി ഹാളിലേക്ക് എല്ലാ കലാപ്രേമികളെയും സ്വാഗതം ചെയ്യുന്നുവെന്നും അണിയറ പ്രവർത്തകർ അറിയിച്ചു. BMC ന്യൂസിലൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ബഹ്റൈനിലെ ആലപ്പുഴ ജില്ലക്കാരുടെ കൂട്ടായ്മയായ ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ ബഹ്റൈൻ 2024-25 അധ്യയന വർഷം 10+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അസോസിയേഷൻ അംഗങ്ങളുടെ കുട്ടികളെ അനുമോദിച്ചു. ലോറൽ സെന്റർ ഫോർ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്യാമ്പസിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം കൈവരിച്ച അർപ്പിത് രാജ്, +2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച ഷെഫേസ്റ്റർ ആൻഡ്രൂ സോണി എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. അസോസിയേഷൻ പ്രസിഡന്റ് ലിജോ കൈനടി, രക്ഷാധികാരി ജോർജ് അമ്പലപ്പുഴ എന്നിവർ വിജയികൾക്ക് ആശംസകൾ നേർന്നു. ബഹ്റൈൻ AKCC ദുക്രാന തിരുനാളും സീറോ മലബാർ സഭാദിനവും ആഘോഷിച്ചു. സമാധാനത്തിന്റെ തീരത്തണയാൻ ലോകത്തെ പ്രാപ്തമാക്കുന്ന ദൈവത്തിന്റെ രക്ഷാനൗകയെ ഭാരതത്തിന് പരിചയപ്പെടുത്തിയ ക്രിസ്തു ശിഷ്യന്റെ ആഗമനമാണ് ദുക്രാന തിരുനാളെന്ന് തിരുനാൾ ഉദ്ഘാടനം ചെയ്ത് AKCC ഗ്ലോബൽ സെക്രട്ടറിയും ബഹ്റൈൻ പ്രസിഡന്റുമായ ചാൾസ് അലൂക്ക പറഞ്ഞു. പരിപാടിയിൽ AKCC ഭാരവാഹിയും AKCC സാംസ്കാരിക വേദി കൺവീനറുമായ ജോജി കുര്യൻ തിരുനാൾ സന്ദേശം നൽകി. വൈസ് പ്രസിഡന്റ് പോളി വിധേയത്തിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജീവൻ ചാക്കോ സ്വാഗതം ആശംസിച്ചു. പോൾ കെ ആന്റണി, ജോൺ ആലപ്പാട്ട്, രതീഷ് സെബാസ്റ്റ്യൻ, പോൾ ഉറുവത്ത്, ഷിനോയ് പുളിക്കൻ, ജെയിംസ് മാത്യു എന്നിവർ തോറാന തിരുനാളിന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു. തിരുനാൾ ക്രമീകരണങ്ങൾക്ക് ലിവിൻ GB, ജോളി ജോജി, സിനി ലൈജു തുടങ്ങി നിരവധി പേർ നേതൃത്വം നൽകി. ലിജി ജോൺസൺ പരിപാടികൾ നിയന്ത്രിച്ചു. കലാപരിപാടികൾ അവതരിപ്പിച്ച കുട്ടികൾക്ക് ഭാരവാഹികൾ സമ്മാനങ്ങളും വിതരണം ചെയ്തു. GB അലക്സ് നന്ദി രേഖപ്പെടുത്തി. ബഹ്റൈൻ ഇന്ത്യൻ എംബസിയിലെ ഫസ്റ്റ് സെക്രട്ടറി രവികുമാർ ജെയിന് പ്രവാസി ലീഗൽ സെൽ ബഹ്റൈൻ ചാപ്റ്റർ യാത്രയപ്പ് നൽകി. വിശദമായ റിപ്പോർട്ട് കാണാം.
ബഹ്റിനിലെ ഇന്ത്യൻ എംബസിയുടെ സ്ഥാനമൊഴിയുന്ന ഫസ്റ്റ് സെക്രട്ടറി രവികുമാർ ജെയിനിന് പ്രവാസി ലീഗൽ സെൽ ബഹ്റിൻ ചാപ്റ്റർ യാത്രയയപ്പ് നൽകി. അദ്ലിയയിലെ ഇന്ത്യൻ ദർബാർ റെസ്റ്റോറന്റിൽ വിശിഷ്ട വ്യക്തികളുടെയും എംബസി ഉദ്യോഗസ്ഥരുടെയും കമ്മ്യൂണിറ്റി നേതാക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ബഹ്റിൻ പാർലമെന്റ് അംഗം ഡോക്ടർ ഹസനിത് ബുഖമാസ്, ഇന്ത്യൻ എംബസിയിലെ സെക്കൻഡ് സെക്രട്ടറി കോൺസുലർ അഫയേഴ്സ് രവി സിംഗ്, ഡിഫൻസ് അറ്റാഷെ സന്ദീപ് സിംഗ്, മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ സംസാരിച്ച ഗ്ലോബൽ PROയും പ്രവാസി ലീഗൽ സെൽ ബഹ്റിൻ ചാപ്റ്ററിന്റെ പ്രസിഡന്റുമായ സുധീർ തിരുനിലത്ത് എംബസിക്കും ഇന്ത്യൻ പ്രവാസി സമൂഹത്തിനും ഇടയിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ രവികുമാർ ജെയിനിന്റെ നിർണായക പങ്ക് വ്യക്തമാക്കുകയും അദ്ദേഹത്തിന്റെ മാതൃകാപരമായ സേവനത്തെ പ്രശംസിക്കുകയും ചെയ്തു. ചടങ്ങിൽ PLC ബഹ്റിൻ ചാപ്റ്ററിന്റെ സ്നേഹോപഹാരം ഗ്ലോബൽ PROയും പ്രവാസി ലീഗൽ സെൽ ബഹ്റിൻ ചാപ്റ്ററിന്റെ പ്രസിഡന്റുമായ സുധീർ തിരുനിലത്ത് രവികുമാർ ജെയിനിന് നൽകി. PLC ഗവേണിംഗ് കൌൺസിൽ അംഗങ്ങളും വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുക്കുകയും രവികുമാർ ജെയിൻ നൽകിയ പിന്തുണയ്ക്കും ഇന്ത്യക്കാരുടെ വിഷയങ്ങളിൽ നടത്തിയ ഇടപെടലുകൾക്കും നന്ദി രേഖപ്പെടുത്തുകയും തുടർന്നുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കും പ്രവാസി ലീഗൽ സെൽ എല്ലാ ആശംസകളും അറിയിക്കുകയും ചെയ്തു. മുഹറക് മലയാളി സമാജം ആർട്ട് ഓഫ് ലിവിംഗ് ബഹ്റൈൻ ഘടകവുമായി സഹകരിച്ച് അന്താരാഷ്ട്ര യോഗ ദിനാഘോഷം സംഘടിപ്പിച്ചു. മുഹറക് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു യോഗ ക്ലാസ് നടന്നത്. ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും നല്ല മാർഗമാണ് യോഗയെന്ന് ക്ലാസിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ആർട്സ് ഓഫ് ലിവിംഗ് പ്രതിനിധി ദീപ് കുമാർ പറഞ്ഞു. ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായ യോഗ ഇന്ന് ലോകം മുഴുവൻ ഏറ്റെടുത്തു കഴിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിരവധി പേർ പങ്കെടുത്ത പരിപാടിക്ക് മുഹറക് മലയാളി സമാജം രക്ഷാധികാരി എബ്രഹാം ജോൺ, ഉപദേശക സമിതി ചെയർമാൻ ലത്തീഫ് കെ, പ്രസിഡന്റ് അനസ് റഹീം, സെക്രട്ടറി സുനിൽ കുമാർ, ട്രഷറർ ശിവശങ്കർ, ആർട്ട് ഓഫ് ലിവിംഗ് പ്രതിനിധികളായ സൗമ്യ ദീപ്, റിനീഷ് തലശ്ശേരി, ബോധിധർമ്മ മാർഷൽ ആർട്സ് അക്കാദമി ചീഫ് ഡയറക്ടർ ഷാമീർ ഖാൻ, MMS ഭാരവാഹികളായ അബ്ദുൾ മൻഷീർ, പ്രമോദ് കുമാർ വടകര, ഫിറോസ് വലിയങ്കോട്, തങ്കച്ചൻ ചാക്കോ, മുഹമ്മദ് ഷാഫി, മുൻ പ്രസിഡന്റ് അൻവർ നിലമ്പൂർ എന്നിവർ നേതൃത്വം നൽകി. ഏകീകൃത ടൂറിസം വിസ വൈകാതെ അവതരിപ്പിക്കുമെന്ന് GCC സെക്രട്ടറി ജനറൽ ജാസിം അൽ ബുദൈവി. ഒറ്റ വിസയിൽ 6 GCC രാജ്യങ്ങൾ സന്ദർശിക്കാമെന്നതാണ് യൂണിഫൈഡ് ടൂറിസം വിസയുടെ പ്രത്യേകത. ഈ വർഷം തന്നെ വിസ പ്രാബല്യത്തിൽ വരുമെന്നാണ് സൂചന. ഗൾഫ് രാജ്യങ്ങളുടെ സഹകരണവും സംയോജനവും ശക്തിപ്പെടുത്തുന്നതിനായുള്ള നേതാക്കളുടെ കാഴ്ചപ്പാടാണ് ഏകീകൃത വിസ പ്രതിഫലിപ്പിക്കുന്നത്. ഏകീകൃത ടൂറിസ്റ്റ് വിസയെന്നും ജാസിം അൽ ബുദൈവി പറഞ്ഞു. ഇതിനായി മുൻകൈയെടുത്ത GCC അംഗങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു. ഏകീകൃത വിസ നിലവിൽ വന്നാൽ GCC രാജ്യങ്ങളായ ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, സൗദി അറേബ്യ, UAE, ഒമാൻ എന്നിവിടങ്ങളിൽ ഒറ്റ വിസയിൽ സന്ദർശനം നടത്താം. 6 രാജ്യങ്ങളിലേക്കുമായി ഒറ്റത്തവണ അപേക്ഷ നൽകാനാകുമെന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. 2023 നവംബറിൽ ഒമാനിൽ നടന്ന GCC ആഭ്യന്തരമന്ത്രിമാരുടെ 40ാമത് യോഗത്തിലാണ് ഏകീകൃത വിസ ഔദ്യോഗികമായി അംഗീകരിച്ചത്. PMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. This July and August, let your child shine with creativity, confidence, and a whole lot of fun. iMac Cochin Kalabavan is back with Summer Class 2025, a perfect mix of learning and enjoyment. From cinematic dance, classical dance, vocal music, instrumental music, to art and craft, drawing and painting, and martial arts, we have got something for every young talent. That's not all. We have lined up fun activities like field trips, movie time, yoga, games, thrilling competitions, and much more to keep the excitement going. Worried about transport? We've got it covered. And for the grand finale, every child's performances will be live streamed on BMC Global Live. And guess what? All this at an affordable fee so that every child gets a chance. Admissions are open now, and here's the best part. First 50 admissions get the registration fee for free. So hurry up, call the number shown on the screen now to give your child a summer
full of joy, creativity, and new friendships. മാലിയിൽ 3 ഇന്ത്യക്കാരെ ഭീകരർ കൊണ്ടുപോയതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. നിരോധിത ഭീകര സംഘടനയായ അൽ-ഖ്വയ്ദയുമായി ബന്ധമുള്ള ഭീകരരാണ് കൊണ്ടുപോയത്. JNIM ആണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് സംശയം. സംഭവത്തെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചു. തൊഴിലാളികളുടെ മോചനം വേഗത്തിലാക്കാൻ മാലി സർക്കാരിനോട് ആവശ്യപ്പെട്ടതായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ജൂലൈ 1-നാണ് സംഭവം നടന്നത്. ഫാക്ടറി വളപ്പിൽ ആയുധധാരികളായ ഒരു സംഘം അക്രമികൾ സംഘടിത ആക്രമണം നടത്തി 3 ഇന്ത്യക്കാരെ ബലമായി ബന്ദികളാക്കി കൊണ്ടുപോയെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. അൽ-ഖ്വയ്ദ അനുബന്ധ സംഘടനയായ JNIM ചൊവ്വാഴ്ച മാലിയിലുടനീളം നടത്തിയ സംഘടിത ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തവും ഏറ്റെടുത്തിരുന്നു. ദലൈലാമയുടെ പിൻഗാമിയെ തീരുമാനിക്കാൻ തങ്ങളുടെ അംഗീകാരം വേണമെന്ന ചൈനയുടെ വാദങ്ങൾ ശക്തമായി എതിർത്ത ഇന്ത്യ. ദലൈലാമയുടെ നിലപാട് ടിബറ്റുകാർക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള അദ്ദേഹത്തിന്റെ എല്ലാ അനുയായികൾക്കും വളരെ പ്രധാനമാണ്. അദ്ദേഹത്തിന്റെ പിൻഗാമിയെ തീരുമാനിക്കാനുള്ള അവകാശം ദലൈലാമയിൽ മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നത്, കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് ജനതാദൾ നേതാവ് ലല്ലൻ സിംഗിനൊപ്പം ധർമ്മശാലയിൽ ദലൈലാമയുടെ 90ാം ജന്മദിനം ആഘോഷിക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കവെയായിരുന്നു പരാമർശം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടത്തിന്റെ ഭാഗം തകർന്നു വീണ് സ്ത്രീ മരിക്കാനിടയായ സംഭവം ജില്ലാ കളക്ടർ അന്വേഷിക്കും. ആരോഗ്യമന്ത്രി വീണ ജോർജാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഉദ്യോഗസ്ഥർ പറഞ്ഞ കാര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ വിശദീകരിച്ചതെന്നും ഇത് സംബന്ധിച്ച കാര്യങ്ങൾ അന്വേഷിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംഭവത്തിൽ ജില്ലാ കളക്ടർ അന്വേഷണം നടത്തും. മെയ് 30-ന് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരുന്നു. ജൂലൈ 31-നകം മാറ്റാനാണ് തീരുമാനം വന്നത്. 2013-ലെ കത്തിൽ തന്നെ ഈ കെട്ടിടം അപകടത്തിലെന്ന് കണ്ടെത്തി അറിയിച്ചിരുന്നു. പക്ഷേ 2016-ലാണ് ഫണ്ട് അനുവദിക്കാൻ പോലും തയ്യാറായത്. 21-22 കാലഘട്ടത്തിലാണ് 8 നിലകളിലുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ഷിഫ്റ്റിംഗ് അടിയന്തരമായി നടത്തണമെന്ന് തീരുമാനിച്ച് മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലാണ് അപകടം ഉണ്ടായത് എന്നും അതീവ ദുഃഖകരമായ കാര്യമാണ് നടന്നതെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.